കൊമ്പൊക്കെ ഉണ്ട്. അടിപൊളി അടിപൊളി. ഗൈസ്, നമ്മുടെ കോട്ടേജിന്റെ തൊട്ട് പുറകിലായിട്ട് ഒരു ഒറ്റക്കൊമ്പ് നിൽക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. വളരെ അടുത്താണ് കേട്ടോ. അതായത് അങ്ങോട്ട് ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. പുതിയൊരു വീഡിയോയിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തമിഴ്നാട് ബോർഡറിലുള്ള മുതുമലൈ ഫോറസ്റ്റിലാണ്. മുതുമലൈ ഫോറസ്റ്റിലെ അഭയാരണ്യം ഗസ്റ്റ് ഹൗസിലാണ് കേട്ടോ. ഞങ്ങളൊരു ഒരാഴ്ച മുൻപാണ് ഓൺലൈൻ വഴി ഇവരുടെ സൈറ്റിൽ കയറിയിട്ട് അഭയാരണ്യം ഗസ്റ്റ് ഹൗസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ വന്നതാണ്. കഴിഞ്ഞ ആഴ്ച ബന്ദിപ്പൂർ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ സ്റ്റേ ചെയ്തിട്ട് പോയിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ പുറകെ തന്നെ നമ്മൾ അഭയാരണ്യത്തിലും ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ നിലമ്പൂർ നാടുകാണി ചുരം വഴി ഗൂഡല്ലൂർ വഴിയാണ് നമ്മളിവിടെ മുതുമലയിൽ എത്തിയത്. നമ്മൾ ബസ് മാർഗമാണ് മുതുമലയിൽ എത്തിയത് കേട്ടോ. KSRTC പിടിച്ച് മലപ്പുറം, നിലമ്പൂർ, അതുപോലെ തന്നെ നാടുകാണി, ഗൂഡല്ലൂർ, അങ്ങനെ നമ്മൾ മുതുമലൈ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ വന്നിറങ്ങി. നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് നമ്മളിവിടെ ഒരു ഡ്രൈവർ, വണ്ടി കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ വണ്ടി ഇല്ലാണ്ടാണ് വന്നത്. അപ്പോൾ വണ്ടി ഇല്ലാണ്ട് ബസ്സിലൊക്കെ വരുന്ന ആളുകൾ, ബഡ്ജറ്റ് ചുരുക്കിയിട്ട് വരുന്ന ആളുകൾക്ക് നമുക്ക് ബസ് റൂട്ടും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് KSRTC ബസ് വഴി വരികയാണെങ്കിൽ, നിലമ്പൂർ വഴി വരികയാണെങ്കിൽ ഇവിടെ എത്താനായിട്ട് വളരെ ഈസിയാണ്. അതല്ല, വണ്ടിയിൽ വരുന്ന ആളുകളാണെങ്കിൽ നാടുകാണി ചുരം വഴി അങ്ങനെ മുതുമലൈ തമിഴ്നാട് ബോർഡറിലേക്ക് എത്താം. അപ്പോൾ ഇവിടെ 5 റൂമുകളാണ് വരുന്നത്. അനക്സ് 1, 2, അതുപോലെ തന്നെ ഗസ്റ്റ് ഹൗസ് 1, 2, പിന്നെ സെപ്പറേറ്റ് ഒരു കോട്ടേജ് കേട്ടോ. ഇവിടെ ഗൈഡ് ഉണ്ട്, ഒരു വാച്ച്മാൻ ഉണ്ട്, അതുപോലെ തന്നെ ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ പ്രിപ്പറേഷൻ ചെയ്യാനായിട്ട് ഒരു ചേച്ചി ഒരു ചേട്ടനും ഉണ്ട്. മലയാളീസാണ്, നമ്മൾ മലയാളമൊക്കെ അറിയും അവർക്ക്. അപ്പോൾ അതുകൊണ്ട് വളരെ സിമ്പിളായിട്ട്, വളരെ ഫ്രീ ആയിട്ട് കാട്ടിനുള്ളിൽ മൃഗങ്ങളെയൊക്കെ കണ്ടുകൊണ്ട് സ്റ്റേ ചെയ്യാം. മുതുമലൈ ടൈഗർ റിസർവിൻ്റെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. നേരെ നമ്മൾ അങ്ങോട്ട് ചെല്ലുക. അവിടെ ചെന്നിട്ട് നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന സ്ലിപ്പ് നമ്മൾ അവിടെ കൊണ്ടുപോയി കാണിക്കുക. നമ്മുടെ ID പ്രൂഫ് നിങ്ങൾ കയ്യിൽ കീപ്പ് ചെയ്യണം. ഒറിജിനൽ തന്നെ കയ്യിൽ കീപ്പ് ചെയ്യണം, നിർബന്ധമാണ്. അത് നമ്മൾ അവിടെ കൊണ്ടുപോയി കാണിച്ചിട്ട് അവിടുന്ന് അവരൊരു റെസിപ്റ്റ് തരും. ആ റെസിപ്റ്റ് നമ്മൾ ഇവിടുത്തെ സ്റ്റാഫുകളുടെ അടുത്ത് കൊടുന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് റൂം അവർ ഓപ്പൺ ചെയ്ത് തരുന്നതായിരിക്കും. സാധാരണ ഒരു ഫാന്, 2 കട്ടിൽ, ബ്ലാങ്കറ്റ്, ബാത്റൂം, ഫാന്, പ്ലഗ് പോയിന്റ്, ഇത്രയും സൗകര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. അപ്പോൾ ഞങ്ങൾ ഇവിടെ ചുമ്മാ ഒന്ന് ചുറ്റിക്കറങ്ങാനായിട്ട് നമ്മളൊരു വണ്ടി, ഒരു ഗൈഡിനൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു ഫ്രണ്ടാണ്, മസനഗുഡിയിലുള്ളൊരു ഫ്രണ്ടാണ് അറേഞ്ച് ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആളെ പരിചയപ്പെടാം. നിങ്ങൾ വണ്ടി ഇല്ലാണ്ട് വരുന്ന ആളുകൾ, ബസ് മാർഗം വരുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കറങ്ങാനും കുറേ റൂട്ടുകളും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞുതരും. അനിമൽസിനെ സ്പോട്ട് ചെയ്യുന്ന ഏരിയയൊക്കെ നമുക്ക് ഇന്ന് കാണിച്ചു തരും. അഭയാരണ്യം ഗസ്റ്റ് ഹൗസ് ആണ് കേട്ടോ ഇത്. ഇവിടെ 1, 2 എന്ന് പറഞ്ഞിട്ടുള്ള 2 ടൈപ്പ് റൂമാണ് വരുന്നത്. നിങ്ങൾ ഇത് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബഡ്ജറ്റ് കൂടും തോന്നുന്നുണ്ട്. ഞങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് അനക്സ് 2 എന്ന് പറയുന്ന കാറ്റഗറിയാണ്. അതാണ് നമ്മുടെ കോട്ടേജ്, ആ കാണുന്നതാണ് കേട്ടോ. അതിന്റെ താഴത്തെ ഫ്ലോറിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിനകത്ത് 3 ബെഡ്റൂം വരുന്നുണ്ട്. താഴത്തെ 2 റൂമും ഞങ്ങളുടെ സെയിം പ്രൈസ് ആണ് വരുന്നത്. 2 പേർക്ക് 2220 രൂപയാണ്, ഇൻക്ലൂഡിങ് GST പ്രൈസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഓൺലൈൻ സൈറ്റ് വഴി മാത്രമാണ് നമുക്ക് ഈ ഒരു കോട്ടേജ് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. ഡയറക്റ്റ് ബുക്കിംഗ് അലൗഡ് അല്ല. നിങ്ങൾ എന്നാണോ ഇവിടെ വരാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരാഴ്ച മുൻപ് തന്നെ ഓൺലൈൻ സൈറ്റ് കയറിയിട്ട് ബുക്ക് ചെയ്താൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് അവൈലബിലിറ്റി കിട്ടുക. അപ്പോൾ നമുക്കിന്ന് ഭാഗ്യം ഉണ്ടെങ്കിൽ എന്തായാലും നമുക്ക് കുറച്ച് അനിമൽസിനെ കാണാം. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരുപാട് വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ മുതുമലൈ, മസനഗുഡി, അതുപോലെ തന്നെ ബന്ദിപ്പൂരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് മൃഗങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇതാണ് കേട്ടോ അഭയാരണ്യം അനക്സ്. ഓക്കെ, ഇവിടെ ഒരു ബാൽക്കണിയാണ്. രാത്രി നമുക്ക് ഒരു 7 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഈ ഡോറ് നമ്മൾ ഇങ്ങനെ ക്ലോസ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഈ ജനലിൽ കൂടി നമുക്ക് ഫ്രണ്ടിൽ ആന കരടിയൊക്കെ വരുന്നതാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അനിമൽസിനൊക്കെ ഇവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ കാണാൻ പറ്റും. ബ്ലാങ്കറ്റ് ഒക്കെ ഉണ്ട്. പിന്നെ ഈ സൈഡിലാണ് വാഷ്റൂം വരുന്നത്. ഫാനുണ്ട്, ഇവിടെ ഒരു ചെറിയ മിറർ ഉണ്ട്, പ്ലഗ് പോയിന്റ് ഉണ്ട്. ഇവിടെ റേഞ്ച് കുറവാണ്. ജിയോ ചെറിയ രീതിയിലൊക്കെ റേഞ്ച് കിട്ടുന്നുണ്ട്. എയർടെല് ചെറിയ രീതിയിൽ റേഞ്ച് ഉണ്ട്. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഐഡിയ ഇവിടെ തീരെ റേഞ്ച് ഇല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫോണ് കോൾസും കാര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ ഫോറസ്റ്റിൻ്റെ ഭംഗി ആസ്വദിക്കുക. ഇതിൻ്റെ ഒരു ഫ്രണ്ടേജ് ആണ് കേട്ടോ. നോക്കിയാൽ അടിപൊളിയല്ലേ, നല്ല മൗണ്ടൈൻസ് ആണ് ഫ്രണ്ടിൽ. ഇത് ആ ഒരു മൈസൂർ റോഡിൽ നിന്ന് ഇങ്ങോട്ടാണ് കട്ട് ചെയ്യുക. ഈ റോഡ് ഇങ്ങനെ വരികയാണ് ചെയ്യുക. കണ്ടോ, നമുക്ക് കോട്ടേജിൻ്റെ ഫ്രണ്ടിൽ തന്നെ പാർക്കിംഗ് ഉണ്ട്.
അപ്പോൾ ഇതാണ് നിസാർ ബായിനെ നമ്മൾ ഇവിടെ മുതുമലയിൽ വെച്ച് നമ്മളൊരു ഫ്രണ്ട് പരിചയപ്പെടുത്തിയതാണ്. നിസാർ ബായ് എവിടെ സ്ഥലം? മസനഗുഡി അല്ലേ? നിങ്ങൾ മസനഗുഡി ഇതാള്, മലയാളം എല്ലാം അറിയും. അപ്പം മലയാളീസ് ഒക്കെ വരികയാണെങ്കിൽ ഇതാ നിസാർ ബായ് നല്ലപോലെ മലയാളം പറയും. നിങ്ങൾക്ക് വണ്ടിയൊക്കെ വേണമെങ്കിൽ നിസാർ ബായിന്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, കോൺടാക്ട് ചെയ്യുക അല്ലേ. ടാക്സി പർപ്പസിന് യൂസ് ചെയ്യുന്ന സഫാരിക്ക് ജീപ്പ് ഉണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പം വണ്ടി ഇല്ലാണ്ട് വരുന്ന ആളുകൾക്ക് വണ്ടി ടാക്സി വേണമെങ്കിൽ ഈ വണ്ടിയാണ് ചൂസ് ചെയ്യുക അല്ലേ. പിന്നെ സഫാരിക്ക് പോകാനായിട്ട് വേറെ ജീപ്പ് ഉണ്ട് അല്ലേ? ജീപ്പാണ് ഉപയോഗിക്കുക അല്ലേ? ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഫ്രണ്ട്ലി ആയിട്ട് നല്ല അടിപൊളി ഗൈഡിങ്ങിലൂടെ പുള്ളി എല്ലാം കൊണ്ടേ കാണിച്ചു തരും. പോവാ. എന്താ പേര്? രവി. ഇതിവിടെ ചെമ്മൂരിയാണെങ്കിൽ ഇവിടെ ഓക്കെ ഓക്കെ. നിങ്ങ വീട് മേലാക്ക. ഓക്കെ, താങ്ക് യു. ഒരു ഹായ് സൊല്ലുങ്ക. ഹായ്. ഇത് വേലു ആണ്. നമ്മളെ ഇവിടെ കുറച്ച് പ്രൈവറ്റ് ആനിമൽ സ്പോർട്ടിങ് കാണിക്കാൻ വേണ്ടി പോവാണ്. ഇത് വില്ലേജ് ഏരിയ അല്ലേ? വേലു இந்த ஏரியா ഇവിടെ കടുവെല്ലാം பார்த்துருக்கு? ലക്കുതാ. ഓഫ് റോഡ്. ആഹാ. சின்ன ஹில் ஸ்டேஷன் அது. ஆஹா. மேல டாப்ல ஒரு டெம்பிள் இருக்கும். ஓகே. நம்ம போறது டெம்பிள் விசிட் காண்றாங்க. நம்ம போறது அங்க இருந்து பார்த்தா வியூ காட்டுறதுக்கா? നമ്മൾ മസനഗുഡിയിൽ നിന്ന് ഊട്ടിയിലേക്ക് പോകുന്ന റൂട്ടിൽ റൈറ്റ് കട്ട് ചെയ്തിട്ട് ഈ സ്ഥലത്തിന് എന്താ പറയും? മുക്കാപുരം എന്ന് പറയുന്ന സ്ഥലമാണ്. അടിപൊളി, ചുറ്റും വ്യൂ പോയിന്റ് ആണ് കേട്ടോ. മനോഹരമായിട്ടുള്ള സ്ഥലം. അനിമൽസ് ഒക്കെ ഇറങ്ങുന്ന സ്പോട്ടാണ്. ഓഫ് റോഡ്. വേലു, ഇത് എന്താ നെയിം ഇൻ ദ സ്പോട്ട്? വിഭൂതിമല അല്ലേ? വിഭൂതിമല മുരുകൻ ടെമ്പിൾ, ഫേമസ് സ്പോട്ട് മസനഗുഡി ഊട്ടി റോഡില് അല്ലേ? അത് എത്ര കിലോമീറ്റർ ഓഫ് റോഡ് ഇருக்கு? 2.5 കിലോമീറ്റർ ഓഫ് റോഡ് ഇതാ അല്ലേ? ഇവിടെ പ്രൈവറ്റ് വണ്ടി നോട്ട് അലൗഡ്, ജീപ്പ് ഓൺലി അലൗഡ്, പ്രൈവറ്റ് അല്ലേ? എന്താ ഇത് ഗവൺമെന്റ് ഇതാ? ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇതാ? ഇത് ഇല്ല, ഫ്രീ എൻട്രി അല്ലേ? മൻസൂർ ഭായിയാണ് നമുക്ക് ഈ ഒരു സ്പോട്ടിലേക്കുള്ള ജീപ്പ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തന്നത്. അപ്പോൾ മൻസൂർ ഭായിൻ്റെ ഡ്രൈവർ വേലു എന്ന് പറഞ്ഞ ഡ്രൈവർ നമ്മളോടൊപ്പം ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു മുരുകൻ ടെമ്പിളും ഇവിടുത്തെ വ്യൂ പോയിന്റ് ഒക്കെ കാണാനായിട്ട് എത്തിയിരിക്കുകയാണ്. അടിപൊളി കേട്ടോ, ഭയങ്കര കാറ്റാണ് ഇവിടെ, ഫുൾ ടൈം കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോൾ നോക്കിയാലും ഇവിടെ കാറ്റാണെന്നാണ് പറയുന്നത്. കാരണം ഒരു കുന്നിൻ്റെ മുകളിലായതുകൊണ്ട് നല്ല പ്രകൃതി ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റും കേട്ടോ. മസ്റ്റ് വിസിറ്റ് ആണ് ഈ ഒരു സ്പോട്ടിൽ. നിങ്ങൾ മസനഗുഡി വഴി പോകുമ്പോൾ ഒന്നുകൂടെ കയറി നോക്കുക. ഓഫ് റോഡൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് വേണം നമ്മളിവിടെ ഒരു മുരുകൻ ടെമ്പിളിലേക്ക് എത്താനായിട്ട്. താഴെ നോക്കിയ ഒരുപാട് വില്ലേജ്, നിറയെ വീടുകളൊക്കെ കാണാം നമുക്ക്. മസനഗുഡി വഴി ഊട്ടിയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മുരുകൻ ടെമ്പിളിൽ വന്നിട്ട് ഈ ഒരു വ്യൂ പോയിന്റ് വിസിറ്റ് ചെയ്യുക. മസ്റ്റ് വിസിറ്റ് ആണ് ഈ ഒരു പ്ലേസ് കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ കോട്ടേജിലൊക്കെ ഇങ്ങനെ ചെക്ക് ഇൻ ചെയ്തിട്ട് നമ്മുടെ മൻസൂർ ഭായിയാണ് നമുക്ക് ജീപ്പ് അറേഞ്ച് ചെയ്ത് തന്നത്. നമ്മളെ കൂടെ വേലു എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രൈവറും ജീപ്പും ഉണ്ട്. ഓഫ് റോഡാണ്. 1.5 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ഈ ഒരു വ്യൂ പോയിന്റിൽ നിങ്ങൾക്ക് എത്താൻ പറ്റും കേട്ടോ. അടിപൊളി സ്ഥലമാണ്, ആരും മിസ് ചെയ്യരുത് മസനഗുഡി വഴി ഊട്ടിയിലേക്ക് പോകുമ്പോൾ. ഓക്കെ.
റോഡ് വന്ന് അടിപൊളി സ്ഥലം കേട്ടോ. ഇവിടെ ഫുൾ ടൈം കാറ്റാണ്. ഒരു ടെമ്പിൾ ഉണ്ട്, കാണുന്ന ടെമ്പിൾ, അടിപൊളി സ്ഥലം. എന്തായാലും നിങ്ങൾ മസനഗുഡി ഊട്ടി വഴി പോകുമ്പോൾ ഇവിടെ കയറി നോക്കാം. നമ്മളിത് മസനഗുഡി റൂട്ടിൽ റോഡ് സൈഡിൽ വെച്ചിട്ടൊരു കാട്ടാന കണ്ടിട്ടുണ്ട്. കാട്ടാന കുട്ടിയാണ് അല്ലേ? കാട്ടുപോത്ത് ഗൈസ്, കാട്ടുപോത്ത് മസനഗുഡി റൂട്ടിലാട്ടോ അത്. അടിപൊളി. ഒരെണ്ണേ ഉള്ളൂ, ഇവൻ ഒരുത്തനേ ഉള്ളൂ കേട്ടോ ഗൈസ്. നമ്മളങ്ങനെ ഒന്ന് മസനഗുഡി വഴിയൊക്കെ ഒന്ന് പോയി ഒന്ന് ചുറ്റിക്കറങ്ങി ഒരുപാട് അനിമൽസിനൊക്കെ കണ്ടു. കാട്ടുപോത്ത്, എലിഫൻറ്റ്, ഒരുപാട് മാനുകൾ, സിംഹവാലൻ, കുരങ്ങ്, ഒത്തിരി അനിമൽസിനെ കണ്ടു. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ റൂട്ട് വരുമ്പോൾ ഈ ഒരു മുതുമലൈ, ബന്ദിപ്പൂര്, മുത്തങ്ങ, മസനഗുഡി റൂട്ട് വരുമ്പോൾ ഏറ്റവും കൂടുതൽ സ്ഥിരമായിട്ട് കാണുന്ന അനിമൽസാണ് ആന, അതുപോലെ തന്നെ കാട്ടുപോത്തിനെ വളരെ റെയറായിട്ടാണ് കാണാറുള്ളൂ. പക്ഷേ മസനഗുഡി റൂട്ടിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ വൈകുന്നേര സമയങ്ങളിൽ കാട്ടുപോത്തുകളെ ധാരാളമായിട്ട് കാണാൻ പറ്റും. എലിഫൻറ്റിനൊക്കെ ഒരുപാട് മാൻകൂട്ടങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമ്മളൊരു ജീപ്പ് നമ്മൾ റെൻറ്റിന് എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിലൊരു ഗൈഡും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ നമ്മളെ 2-3 സ്പോട്ടുകളൊക്കെ കൊണ്ടുപോയി കാണിച്ചു പ്രൈവറ്റായിട്ട്. ഒരു ടെമ്പിളും ഒരു വ്യൂ പോയിൻറ്റും അങ്ങനെ 2-3 നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി കാണിച്ചു. അപ്പോൾ അതുവഴി പക്ഷെ നമുക്ക് ഒത്തിരി അനിമൽസിനൊന്നും കാണാനോ ഒന്നും പറ്റിയില്ല. പക്ഷെ നമ്മൾ തിരിച്ചിങ്ങോട്ട് മസനഗുഡി റൂട്ടിൽ നിന്ന് നമ്മൾ മുതുമലൈ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരുപാട് അനിമൽസിനെ കണ്ടു. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ തിരിച്ച് നമ്മളൊരു ചായയൊക്കെ കുടിച്ച് ഒന്ന് റീഫ്രഷ്മെൻ്റായി ഇപ്പോൾ നമ്മളത് കോട്ടേജിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കോട്ടേജിലും ഗസ്റ്റുകളുണ്ട്. ഞങ്ങൾ വന്ന സമയത്ത് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളും ഒരു കാട്ടാനയും ഇവിടുത്തെ ചേച്ചിയും ചേട്ടനും പിന്നെ ഒരു വാർഡർ, ഒരു ഗൈഡ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി ഇവിടുത്തെ വൈകുന്നേരത്തെ ഒരു വൈബാണ്. ഞങ്ങൾ വന്നപ്പോൾ നല്ല ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. ഒരു ആനയെ കണ്ടു. ഇപ്പം ഇങ്ങനെ ചെറിയ ബേഡ്സും ഒക്കെയാണ് ഉള്ളത് ഇവിടെ. നമുക്ക് രാത്രിയിൽ അനിമൽസ് ഇവിടെ ആന ഇറങ്ങുമെന്നാണ് പറഞ്ഞത്. കരടി സ്ഥിരമായിട്ട് വരാറുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ മാനുകളെ ധാരാളമായിട്ട് ഈ ഒരു ഏരിയയിൽ കാണാൻ പറ്റും. 6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ 9 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ ഗേറ്റ് ക്ലോസ് ചെയ്യും. 7 മണിക്ക് ശേഷം നമുക്ക് ഈ കാണുന്ന ഭാഗത്തോട്ടൊന്നും ഇറങ്ങാനുള്ള അനുമതിയില്ല. നമ്മൾ കോട്ടേജിൻ്റെ ഒരു ബാൽക്കണി ഉണ്ട്, അവിടെ നിന്നുകൊണ്ട് വേണം നമ്മൾ പുറത്ത് അനിമൽസ് വരുന്നുണ്ടോ എന്നൊക്കെ നോക്കി കാണാനായിട്ട് കേട്ടോ. അതുപോലെ
ആ കാണുന്ന കോട്ടേജിൽ ഒരു മുകളിൽ ഒരു വാച്ച് ടവർ ഉണ്ട്. നമുക്ക് അതിന് മുകളിൽ നിന്ന് കഴിഞ്ഞാൽ രാത്രിയിൽ എലിഫൻ്റ് ഒക്കെ വരുവാണെങ്കിൽ നമുക്കിങ്ങനെ കാണാൻ പറ്റും. നല്ല അടിപൊളിയായിട്ട് ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്പേസ്. ഫ്രണ്ടിൽ നിറയെ മൗണ്ടെയ്ൻസ്, അവിടെ ആയിട്ട് നിറയെ കോട കാണാൻ പറ്റും. കണ്ടോ, ഇവിടെ ഇങ്ങനെ ഫ്രണ്ടിലായിട്ട് 2-3 ചെയറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിങ്ങനെ അവിടെ ഇരുന്ന് ഫ്രണ്ടിലോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കാം. ഫ്രണ്ടിൽ കോടയുണ്ട്, നല്ല മലഞ്ചെരുവുകളും നല്ല പച്ചപ്പും പ്രകൃതി ഭംഗിയും കിളികളുടെ സൗണ്ട്. എനിക്ക് പനി പിടിച്ചിട്ട് സൗണ്ടൊക്കെ മൊത്തത്തിൽ മാറിക്കിടക്കുകയാണ്. ചെറിയ കോൾഡൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും കാര്യമാക്കാതെ ഗുളികയൊക്കെ കഴിച്ച് മെഡിസിനൊക്കെ കഴിച്ചിട്ടാണ് ഈ ഒരു ട്രിപ്പിൽ വന്നത്. നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തത് കൊണ്ട് ക്യാൻസലേഷൻ പോളിസി ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ട്രിപ്പ് ക്യാൻസൽ ചെയ്യാനും പറ്റില്ല. ഇവിടെ ഒരുത്തൻ ഫോൺ ചെയ്യുകയാണ് ഗായ്സ്. കണ്ടോ, നമ്മുടെ ആ കോട്ടേജിൻ്റെ ഫ്രണ്ടിലത്തെ ഒരു ആംബിയൻസ് കണ്ടോ ഗായ്സ്. അഭയാരണ്യ കോട്ടേജിലേക്ക് വരുമ്പോൾ നമുക്ക് 3 നേരവും ഭക്ഷണമൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ആവശ്യാനുസരണം നോൺ വെജ് ആയിക്കോട്ടെ വെജ് ആയിക്കോട്ടെ, നല്ല ഇഡ്ഡലി, ദോശ, ചപ്പാത്തി, ചിക്കൻ കറി, ചിക്കൻ 65, ഇതൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾ ഓർഡർ ചെയ്തതനുസരിച്ചിട്ട് നമ്മളിലേക്ക് തയ്യാറാക്കി തരുന്ന ഒരു ചേട്ടനും ചേച്ചിയും ഉണ്ട്. നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം. ഓക്കെ, കൃഷ്ണൻ ചേട്ടനും അമ്മുക്കുട്ടി ചേച്ചിയും. ഓക്കെ, കണ്ടല്ലോ, ഇതാണ് ഇവിടുത്തെ അടുക്കളയിൽ ഇത് അമ്മുക്കുട്ടി ചേച്ചിയുണ്ട്, കൃഷ്ണൻ ചേട്ടനും ഉണ്ട്. നമുക്ക് അവരൊന്ന് പരിചയപ്പെടണ്ടേ? അപ്പൊ നമുക്ക് ഇവർ രണ്ടുപേരും ഒന്ന് പരിചയപ്പെടാം. നമ്മൾ ഒരു പരിചയമില്ലാത്തൊരു സ്ഥലത്ത്, അതൊരു കാട്ടിന്റെ ഉള്ളിൽ നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുമ്പോൾ അവിടുത്തെ കെയർ ടേക്കറെ നമ്മളൊന്ന് പരിചയപ്പെടണ്ടേ ഗായ്സ്? എന്നാൽ നമുക്ക് ഇവരോട് ചോദിച്ച് മനസ്സിലാക്കാം എന്തൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ കൃഷ്ണൻ ചേട്ടൻ. ആക്ച്വലി പ്ലേസ് വരെ തൃശ്ശൂർ ചേലക്കര പഴയന്നൂരാണ് അല്ലേ? ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ ഞാൻ പഴയന്നൂർ എന്ന സ്ഥലത്താണ്. ബട്ട് നമ്മളവിടെ കുറെ വർഷങ്ങളായിട്ട് ഇവിടെ സെറ്റിൽ ആയ ആളാണ്. ഞാനൊരു 32 വർഷം നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് തമിഴ്നാട് ഫോറസ്റ്റ് സർവീസ് ചെയ്തിട്ട് 2023 മേയിൽ റിട്ടയർഡായി. റിട്ടയർഡായതിനു ശേഷം പിന്നെ നമ്മുടെ ഗുഡ് സർവീസ് കണ്ടിട്ട് നമ്മുടെ ഓഫീസർമാർ തന്നെ നമ്മളെ ഡിപ്പാർട്ട്മെന്റ് നിങ്ങളെ വിടുന്നില്ല. സാധാരണ നമ്മൾ ഒരുപാട് ഫോറസ്റ്റ് സ്റ്റേകളൊക്കെ നമ്മൾ ഈ ഒരു ബന്ദിപ്പൂര്, മുതുമല ഇങ്ങനെയുള്ള മസനഗുഡി ഭാഗത്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഫുഡാണ് ബിഗിലെ മുഖ്യം. ഇവിടെ നിങ്ങൾക്ക് നല്ല നാടൻ ഫുഡ്, അത് ചേച്ചിയുടെ കൈകൊണ്ട് എന്ത് ഫുഡ് ആയിക്കോട്ടെ, നല്ല മീൻ, ചിക്കൻ, ഫിഷ് എല്ലാം നിങ്ങൾ പറയുന്നത് അനുസരിച്ചിട്ട് ഇവിടെ നിങ്ങൾക്ക് റെഡിയാക്കി തരും. കേരള ഫുഡാണ്, എല്ലാ ടൈപ്പ് ഫിഷ്, ചിക്കൻ, നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ. നമ്മള് ആൾക്കാർ പലവിധപ്പെട്ട ആൾക്കാർ വരുമല്ലോ ഇവിടെ. തമിഴ്നാട്ടുകാർ വരും, കേരളക്കാര്, കർണാടകക്കാര്, മലയാളീസും വരും. നമ്മളെല്ലാ സാധനവും രസം കേരളക്കാർ ഒരു ഗ്രൂപ്പ് ഒക്കെ ആയിട്ട് വരികയാണെങ്കിൽ അവർക്കൊരു സദ്യ വേണമെന്ന് പറയുകയാണെങ്കിൽ നല്ല തൃശ്ശൂരൻ സദ്യ, തൃശ്ശൂരിൽ കിട്ടുന്ന നല്ല ഉഗ്രൻ സദ്യ ചേച്ചി ഉണ്ടാക്കി തരും. നിങ്ങളിപ്പോ ഒരു ഗ്രൂപ്പ് ഒക്കെ ആയിട്ട് നമ്മളൊരു കാട്ടിന്റെ ഉള്ളില് മൃഗങ്ങളെയൊക്കെ കണ്ടുകൊണ്ട് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് സ്റ്റേ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ അതിനോടൊപ്പം തന്നെ നല്ല കേരള ഫുഡ്, തൃശ്ശൂരത്തെ സദ്യ നിങ്ങൾക്ക് ചേച്ചി ഇവിടെ റെഡി. പക്ഷെ നിങ്ങൾ മുൻകൂട്ടി പറയണം അല്ലെ? വൈൽഡ് ലൈഫാണ്. വൈൽഡ് ലൈഫ് പറഞ്ഞാൽ മൃഗങ്ങളുടെ ആവാസ സ്ഥലമാണ്. തീർച്ചയായിട്ടും. അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് പ്ലാസ്റ്റിക് കൊണ്ടുവരാൻ പാടില്ല, മദ്യപിക്കാൻ പാടില്ല, പിന്നെ മ്യൂസിക് അങ്ങനത്തെ സ്മോക്കിംഗ് ഇല്ല. മ്യൂസിക് വന്ന് വെച്ചാൽ ആനിമൽ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പാടില്ല. അതിനൊക്കെ ചില നിയന്ത്രണങ്ങളുണ്ട്. അത് നോർമലി സാധാരണയായിട്ട് രാത്രി കാലങ്ങളിലൊക്കെ എന്തൊക്കെ അനിമൽസിനെയാണ് കണ്ടത്? ഇവിടെ കാണുന്നത്, ഏറ്റവും കൂടുതൽ കാണുന്നത് കരടിയും ആനയും കാട്ടുപോത്തുമാണ്. പിന്നെ എപ്പോഴെങ്കിലൊക്കെ ഈ ചിരുത്തപ്പുലി കാണും. പിന്നെ എപ്പോഴെങ്കിലും റയറായിട്ട് പിന്നെ ഇതും ടൈഗറും. അപ്പൊ ഓൾമോസ്റ്റ് എല്ലാ അനിമൽസിനും ഇവിടെ കാണാതെ പോകൽ കുറവാണ്. അതാണ് കണ്ടല്ലോ. ഇപ്പൊ ഞങ്ങൾ വന്ന സമയത്ത് തന്നെ ഇവിടെ ഒരു ആന ഉണ്ടായിരുന്നു. ഞങ്ങൾ മാസങ്ങളോളം ട്രൈ ചെയ്ത് അവസാനം ഞങ്ങൾ 4 ദിവസം മുൻപ് ട്രൈ ചെയ്തപ്പോ പെട്ടെന്ന് ഞങ്ങൾക്ക് കിട്ടി. അപ്പൊ എന്തായാലും ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. നിങ്ങൾ ഹാപ്പി ആയിരിക്കും, ഒരു ഡൗട്ടും ഇല്ല.
വലിയ ഇതല്ലേ സാർ നിങ്ങൾ എപ്പോ വന്നാച്ചു ഇവിടെ? நான் ஒரு 3 நாள் ஆச்சு. 3 நாளாச்சு ഇവിടെ தான் தங்கி நிற்கு. ஆமாம் சூப்பர் எக்ஸ்பீரியன்ஸ் ப்ரோ. நம்ம வந்து இங்க வந்து பார்த்தனா ஒரு 10 வருஷமா இங்க வரோம். 10 വർഷമായിട്ട് ഇവിടെ കണ്ടിന്യൂസ് വന്നിരിക്കുക. ஆமாம். ഹലോ ഗൈസ്, നമ്മുടെ കൂടെ ഉള്ളത് തമിഴിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഹാങ്കറിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു അതിഥി മാക്കപ്പ ആനന്ദ്. ഫേമസ് ഒരു ഗസ്റ്റ് ആണ്. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ ആളെ മീറ്റ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ താമസിക്കുന്ന കോട്ടേജിന്റെ തൊട്ട് മുകളിൽ ഫാമിലി ആയിട്ട് സാറുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് നൈറ്റിലാണ് പരിചയപ്പെടാൻ കഴിഞ്ഞത്. കുറച്ച് ലൈറ്റ് ആയി പരിചയപ്പെട്ടപ്പോ എനിവേ സാറിനെ കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. 8-9 വർഷം ആവും. 9 വർഷമായി സാർ ഇവിടെ കണ്ടിന്യൂസ് എല്ലാ മാസം വരും ഇവിടെ. ஒரு 2 மாசத்துக்கு ஒரு தடவை வந்துரும். ഇവിടെ വരും. ஆமா. ഒരു 3 ഡേയ്സ് ഇവിടെ സ്റ്റേ ചെയ്ത് തിരികെ പോകും. 3-4 days வருவோம். மேக்ஸிமம் தங்கினது வந்து பார்த்தீங்கன்னா 15 days இங்க தங்கியிருக்கேன். சேம் பிளேஸ் அங்க மேல. ഓക്കെ സാർ, എങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ എപ്പടി இருக்கு? அது நம்ம ஒர்க் இல்லாதப்ப இங்க வருவோம். ஃப்ரீ டைம்ல எல்லாம் ஃப்ரீ டைம்ல இங்க வந்து அது நம்ம எல்லாம் நம்ம மக்களுக்கு எல்லாம் தெரியும். அது இது சூப்பர் சிங்கர். സൂപ്പർ സിംഗർ. ஆமா. യാ ഗൈസ്, നമ്മുടെ സൂപ്പർ സിംഗറിലെ ഹാങ്കറിംഗ് ചെയ്യുന്ന സാറാണ്. നമ്മൾ തമിഴ് ചാനൽ അധികം കാണാറില്ല, അതുകൊണ്ടാണ്. പക്ഷെ ഞാൻ അദ്ദേഹത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ചാനലിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുന്ന സമയത്ത് പ്രോഗ്രാംസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ സാറിനെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് മീറ്റ് ചെയ്തത്. ഞങ്ങൾ വളരെ ഹാപ്പി ആയി, വളരെ ഫ്രണ്ട്ലി ആയി. പുള്ളി നമ്മൾ ഒരുപാട് സംസാരിച്ചു കാര്യങ്ങളൊക്കെ. മലയാളം കുറച്ച് അറിയും. എനിക്ക് തമിഴ് കുറച്ച് അറിയും. അത് വെച്ചിട്ട് പിടിച്ചു നിൽക്കുകയാണ് ഗൈസ്. அவருக்கு தமிழ் குறைச்சு அறியும், எனக்கு மலையாளம் குறைச்சு அறியும். 2 பேரும் ஆமா. அண்ணா வந்து பாத்தீங்கன்னா மாறன இங்க வந்து பாத்தீங்கன்னா அவர் வந்து இந்த ஊர் ട്രൈബ്. സാറ് വരുമ്പോൾ പുള്ളിക്ക് സ്പെഷ്യൽ ഫുഡൊക്കെ ഇവിടെ കുക്ക് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇപ്പത്തെ നല്ല അസല് പോർക്കിറച്ചി ഉണ്ട്, പിന്നെ മുതിര കൊണ്ടുള്ള ഒരു സ്പെഷ്യൽ ഡിഷ് ഇருக்கு. നമ്മൾ സാപ്പിട്ട് സൂപ്പർ ആയിருக்கு. അപ്പൊ സാറിന് ഫുഡെല്ലാം കുക്ക് ചെയ്ത് കൊടുക്കുന്ന இந்த അണ്ണനാണ്. അണ്ണന്റെ പേര് മാരൻ. മാരൻ എന്നാണ് അണ്ണന്റെ പേര്. പക്കത്തില് താമസിക്കുന്നത്. വീട്ടിലുണ്ടെങ്കിൽ കൂടി സാറ് മാറിനെ കൂട്ടെന്ന് പറയും. ഓ, പുള്ളി ഇവിടെ ഇല്ലെങ്കിൽ പോലും പുള്ളിക്കാരൻ സാറ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓടിയെത്തും. പുള്ളിയുടെ ഫുഡ് അത്രയും സ്പെഷ്യലാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ പുള്ളിനെ കൊണ്ട് കുക്ക് ചെയ്യിപ്പിക്കുക. നല്ല അസല് പോർക്കൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. സോ ഭയങ്കര ഹാപ്പിയാണ്. നമുക്കൊരു സെലിബ്രിറ്റീനെ കിട്ടിയതിൽ ഞങ്ങൾ മാക്സിമം ടൈം യൂട്ടിലൈസ് ചെയ്യാണ് ഗൈസ്. എനിവേ, thank you sir, thank you so much. உங்க சேனல் பேரு Budget Travel and Food by Saidu. ஓகே, பட்ஜெட் டிராவல் அண்ட் ஃபுட் பை சைது. சப்ஸ்கிரைப். நீங்க வந்து பார்த்தீங்கன்னா சப்ஸ்கிரைப் பண்ணுங்க, உங்க ஃப்ரெண்ட்ஸ்க்குலாம் ஷேர் பண்ணுங்க. அண்ட் வந்து பார்த்தீங்கன்னா இவங்க வந்து நிறைய ஹார்ட் ஒர்க் போட்டுட்டு இருக்காங்க. ஸோ அதை வந்து நீங்க வந்து பார்த்தீங்கன்னா இட்ஸ் நாட் தட் உங்களுக்கு நீங்க சப்ஸ்கிரைப் பண்ணணும்னு அவசியம் கிடையாது. பட் ஆனால் நம்மளுக்கு யாரோ ஒருத்தவங்க ஒரு இன்ஃபர்மேஷனை கொடுக்குறாங்க, ஒரு இடத்துல போயிட்டு தேர் இஸ் அ பிளேஸ் you can go and somebody is guiding you, don't go, please go அப்படின்னு சொல்லும்போது அதை வந்து நீங்கள் பாருங்கள். அண்ட் இஸ் டூயிங் ஆக்சுவலி வெரி ஹார்ட் ஒர்க். அதனால தான் நானே ரூம்ல வந்து கிளம்பி போய் வந்தேன். இப்போ நான் கிளம்பி அங்கே போகணும். അപ്പോൾ സാറിനെ കണ്ടതിൽ വളരെയധികം സന്തോഷം. സാറ് പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീക്ക് നമ്മൾ പാക്കും. കണ്ടിപ്പാ. ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി
കാട്ടാനയും മാനുകളൊക്കെ കോട്ടേജിന്റെ ഫ്രണ്ടിൽ ഞങ്ങളിന്ന് രാത്രി 12 മണിക്ക് ഉറങ്ങിക്കണ്. കണ്ണൊക്കെ കണ്ടില്ലേ? റൂമിന്റെ കോട്ടേജിന്റെ ഫ്രണ്ടിൽ എലിഫന്റ് ഞങ്ങളിങ്ങനെ അടുത്ത് വെച്ച് ഇങ്ങനെ മതിയൊരുവോളം കണ്ടുല്ലേ. പേടി ഉണ്ടായിരുന്നു. പക്ഷെ ഫോറസ്റ്റ് ആണ്, അനിമൽസ് വരും, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഉപദ്രവമൊന്നുമില്ല കേട്ടോ. അവർ പുല്ലൊക്കെ തിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ തിരിച്ചു പോയി. അപ്പോൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് നല്ല ഇഡ്ഡലി, നല്ല ദോശയും ഒക്കെ ആയിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നലെ ദോശ എത്തിയിട്ടുണ്ട്. നല്ല ചൂടുള്ള ദോശ, നല്ല നാടൻ ചട്നി, സാമ്പാർ. നമ്മുടെ ഈ കോട്ടേജിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് കരടി എപ്പോഴും സ്ഥിരമായിട്ട് വന്ന് നിൽക്കുന്ന ഒരു സ്പോട്ടാണെന്നാണ് പറഞ്ഞത് നമ്മുടെ ചേച്ചിയും ചേട്ടനും. അപ്പോൾ നമ്മൾ കരടിയൊക്കെ ഉണ്ടോ നോക്കാൻ വേണ്ടി ഇങ്ങനെ ചുമ്മാ ഒന്ന് ഇറങ്ങിയതാണ്. കരടിനെ കണ്ടില്ലെങ്കിലും ഇന്നലത്തെ രാത്രിയിലത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ഗായ്സ്, പൊളിയായിരുന്നു. നമ്മുടെ കോട്ടേജിന്റെ തൊട്ട് ഫ്രണ്ടിൽ എലിഫന്റ്. പുള്ളിക്കാരൻ്റെ ഇവിടെ ഒരു 1/4 മണിക്കൂർ കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരതി പുല്ലൊക്കെ തിന്ന് നമ്മൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയില്ല. വളരെ സൈലൻ്റായി പുല്ലൊക്കെ കഴിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അങ്ങനെ തിരിച്ചു പോയി. അതുപോലെ നമ്മുടെ കോട്ടേജിൻ്റെ ഫ്രണ്ടിൽ നിറയെ മാനുകളായിരുന്നു കേട്ടോ. കണ്ണുകളൊക്കെ ഇങ്ങനെ തിളങ്ങുമായിരുന്നു, വെട്ടിത്തിളങ്ങുമായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്നലെ രാത്രിയിൽ ആനകളുടെയും മാനുകളുടെയും മയിലുകളുടെയും ഒക്കെ നടുവിലായിട്ടാണ് താമസിച്ചത്. അപ്പോൾ അതുപോലെ രാവിലെ എണീറ്റപ്പോൾ ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. പിന്നെ അതേ അങ്ങ് നോക്കി അവിടെ നിറയെ കോടയാണ് കേട്ടോ. ആ സൈഡിൽ നിറയെ കോട ഫ്രണ്ടിൽ, അടിപൊളിയാണ്. നല്ലൊരു സ്റ്റേ ആയിരുന്നു കേട്ടോ. തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കുന്ന ഒരു എമൗണ്ട് നമുക്ക് വർത്താണ്. നല്ല നാടൻ ബ്രേക്ക്ഫാസ്റ്റ്, ഇഡ്ഡലി, ദോശ, ചട്നി, സാമ്പാർ, ടീ, കോഫിയൊക്കെ ആയിട്ട്. അപ്പോൾ അതിന് നിങ്ങൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കുക. അത് നിങ്ങൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അവരിവിടെ റെഡിയാക്കി തരും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അഭയാരണ്യ റെസ്റ്റ് ഹൗസിലെ വിശേഷങ്ങൾ. മുതുമലൈ ടൈഗർ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഒരു ഫോറസ്റ്റ് സ്റ്റേ ഇഷ്ടപ്പെടുന്ന, മൃഗങ്ങളെയൊക്കെ ഇഷ്ടപ്പെടുന്ന, അനിമൽസിലൊക്കെ കണ്ടുകൊണ്ട് താമസിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾ കൊടുക്കുന്ന ഒരു എമൗണ്ട് വർത്തായിരിക്കും. തീർച്ചയായിട്ടും ഞാൻ സജസ്റ്റ് ചെയ്യുകയാണ് ഈ ഒരു പ്രോപ്പർട്ടി. നിങ്ങളിവിടെ വരിക, സ്റ്റേ ചെയ്യുക. സ്റ്റേ ചെയ്തിട്ടുള്ള ആളുകൾ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. അപ്പോൾ ഇവരുടെ ഓൺലൈൻ സൈറ്റ് മാത്രമാണ് നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഡയറക്റ്റ് ബുക്കിംഗ് ഇല്ല. ഞാൻ സൈറ്റിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാൽ മതി കേട്ടോ. ഇവിടെയൊക്കെ ഞാനിപ്പോൾ നിൽക്കുന്നത് അവിടെയൊക്കെ മാനുകളുടെ ഇതുണ്ടോ, മാനുകളൊക്കെ ഇവിടെ അപ്പിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫുള്ള് മാനുകളായിരുന്നു കേട്ടോ. അടിപൊളി ഇതായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ബന്ദിപ്പൂരൊക്കെ പോയി സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും അടിപൊളി ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. നമ്മളെ ഇഷ്ടപ്പെടുന്ന, നമ്മുടെ ചാനലിൽ ഇഷ്ടപ്പെടുന്ന, നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടെന്നറിയാം. അപ്പോൾ നിങ്ങൾക്കായിട്ട് ഞാനിതൊരു ഇന്തോനേഷ്യൻ സോളോ ട്രിപ്പാണ് അടുത്ത നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ അടുത്ത എപ്പിസോഡായിട്ട് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക നമ്മുടെ ഇന്തോനേഷ്യൻ ട്രിപ്പ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഉടൻ തന്നെ ഇന്തോനേഷ്യൻ യാത്രകളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. ഈ വരുന്ന 11-നാണ് ഇന്തോനേഷ്യയിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്കിനി ഇന്തോനേഷ്യൻ കാഴ്ചകളുമായിട്ട് ഞാനിത് ഉടൻ തന്നെ വരും. എല്ലാവരും കാത്തിരിക്കുക. നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇന്തോനേഷ്യൻ സോളോ ട്രിപ്പ് ആണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ നമ്മൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ പിന്നെ കോട്ടേജിൻ്റെ അവിടെ ഞങ്ങൾ ബസ്സിലാണ്, ഇതൊരു ബഡ്ജറ്റ് ട്രിപ്പായിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കോട്ടേജിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഇവിടെ എലിഫന്റ് കേട്ടോ. ഗൈസ്, നമ്മൾ ഒരു ബഡ്ജറ്റ് ട്രിപ്പായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. KSRTC അറിയാലോ, നിലമ്പൂർ, നാടുകാണി, ഗൂഡല്ലൂർ വഴിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കോട്ടേജിൻ്റെ അവിടെ നിന്ന് ഒരു 100 മീറ്റർ മെയിൻ റോഡിൽ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ മെയിൻ റോഡാണ് കാണുന്നത്. അവിടെ അഭയാരണ്യ റെസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞിട്ട് ബോർഡ് വെച്ചിട്ടുണ്ടാവും. അവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഡല്ലൂരിലേക്ക് ബസ് കിട്ടും. അവിടുന്ന് അങ്ങോട്ട് മൈസൂർ റോഡാണ് കേട്ടോ. അപ്പോൾ ബസ്സിലൊക്കെ വരുന്ന ആളുകൾക്ക് വളരെ ഈസിയാണ് ഇവിടെ എത്താനായിട്ട്. ഓക്കെ.